ഹലോ അച്ഛന്മാരെ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമുക്കിന്ന് ക്യാമ്പസിൻ്റെ ഒരു ഇഷ്യൂ ആണ് അൺബോക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്യാമ്പസ് അത്യാവശ്യം കുറഞ്ഞ വിലക്ക് നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണെന്നാണ് അറിയപ്പെടുന്നത്. സോ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ക്യാമ്പസ് ഷൂവിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ആ ഒരു പ്രൈസിനുള്ള വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് ലെറ്റ്സ് ഗോ. ഇങ്ങനെയുള്ളൊരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് വരുന്നത്. വെറും 1119 രൂപ വരുന്നുള്ളൂ. സാധാരണ ഓൺലൈൻ ഷോപ്പിംഗിൽ അറ്റ്ലീസ്റ്റ് ഒരു 900-950 പ്രൈസ് റേഞ്ചിൽ ഇത് വരാറുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ പുതിയ മോഡലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മോഡൽ നെയിം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മോഡൽ നെയിം ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ക്യാമ്പസ് എന്നിട്ട് ഇവിടെ ആർട്ടിക്കൽ നമ്പർ 22G-319 എന്നാണ് വരുന്നത്. പക്ഷേ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഡിസൈനിങ് കറക്റ്റ് ആയിട്ട് കാണാം. സോ ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കി നോക്കാം. ഷൂ ഫസ്റ്റ് കയ്യിലെടുത്ത സമയത്ത് എനിക്ക് അത്ര ഒരു ബിൽഡ് ഫിനിഷിംഗ് ഇല്ല, അല്ലെങ്കിൽ അത്ര ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. കാരണം ബിൽഡ് ഫിനിഷിംഗ് ഉണ്ടല്ലോ, നമ്മളൊരു ഷൂ എടുത്ത് കഴിഞ്ഞാൽ എത്ര നന്നായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുന്ന സമയത്ത് അത്ര നന്നായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വലിയൊരു മോശമല്ല ഡിസൈനിങ് വൈസ്. അതിൻ്റെ ഒരു മെയിൻ കാരണം ഈ ഒരു ബ്ലാക്കും റെഡും കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഈ എക്സ്ട്രാ അഡീഷണൽ ടെക്സ്റ്റും ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽ റിലാക്സ് ഇതൊക്കെ വെറുതെ അഡീഷണൽ ആയിട്ട് കൊടുത്താന്ന് വരാം. അല്ലാതെ ഒരു സ്പെഷ്യൽ ടെക്നോളജി ആയിട്ട് ഇപ്പോൾ നമ്മുടെ അഡിഡാസിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് സ്ട്രൈക്ക് അല്ലെങ്കിൽ ബൗൺസ് എന്നുള്ള സംഭവങ്ങളൊക്കെ കാണാം. അതുപോലുള്ള എക്സ്ട്രാ ടെക്നോളജി അല്ല, ജസ്റ്റ് ഒന്ന് കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഉള്ളത് റൺ വിത്ത് ക്യാമ്പസ് എന്നും പിറകിൽ ക്യാമ്പസിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കാണാം. പിന്നെ ഇവിടെ ഒരു പുള്ളി എന്ന ടാഗ് റെഡാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് ക്യാമ്പസിൻ്റെ ഒരു ലോഗോയും അതുപോലെ ചെറിയൊരു ഡിസൈനും കാണാം. സൈഡിലും ഇവിടെ ആയിട്ട് ക്യാമ്പസിൻ്റെ ഒരു ലോഗോ കാണാം. എല്ലാം റെഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ലേസ് പാസ് ചെയ്ത് പോകുന്നിടത്ത് സിന്തറ്റിക് ആയിട്ടുള്ള ലെതർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിവിടുത്തെ ഈ സ്റ്റിച്ചിങ് ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ കാണാം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ബിൽഡ് ഫിനിഷിംഗ് കുറവാണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെറുതായിട്ട് ഫോൾട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ക്ലീൻ അല്ല. അതിൻ്റെ അടുത്തൊരു സംഭവം നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണാം. ഈ ഒരു മെറ്റീരിയൽ കാണാം ചെറുതായിട്ട് മെറ്റായ പോലെയും അതുപോലെ ഗ്ലൂയിങ് ഒക്കെ കൃത്യമായിട്ട് കാണാം. അത്ര നീറ്റ് അല്ല. പിന്നെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ബോറായിട്ടും തോന്നിയിട്ടില്ല. പിറകിലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. പിന്നെ പക്ക ലൈറ്റ് വെയിറ്റ് ആണ്, തീരെ വെയിറ്റ് കാണിക്കുന്നില്ല. അത്രയും ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് അത്ര ഒരു പ്യുവർ റബ്ബർ അല്ല, പക്ഷേ ഒരു പ്ലാസ്റ്റിക്കും റബ്ബറൊക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സ്ഡ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രിപ്പ് ലേശം കുറവാണ്. പിന്നെ വെറ്റ് ഗ്രിപ്പും അത്യാവശ്യം നല്ല കുറവാണ്. ഇത് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രശ്നം. പിന്നെ താഴെ ഇവിടെ നമുക്കൊരു ക്യാമ്പസിൻ്റെ ലോഗോ കാണാം. ഇവിടെ ക്യാമ്പസ് എഴുതിയിട്ടുണ്ട്. അടിയിലുള്ള ഡിസൈനിങ്ങൊന്നും മോശമില്ല. ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ടൊന്നുമില്ല. എക്സ്ട്രാ ഡിസൈനുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു അഡീഷണൽ ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് ലാസ്റ്റ് ഡ്യൂറബിലിറ്റി ടെസ്റ്റിന്റെ സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. സോ ഓവറോൾ ഡിസൈനിങ് എന്നുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷൂ ആണ്. പക്ഷെ അത്ര ഇംപ്രസീവ് ഒന്നുമില്ല. എന്നാലും ബിൽഡ് ഫിനിഷിംഗ് കുറവാണ്. ക്വാളിറ്റി നമുക്ക് ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി നമുക്ക് കംഫർട്ട് എന്നുള്ള സെക്ഷനിലോട്ട് എടുക്കാം. ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ പേർ എടുത്ത സമയത്താണ് ഇവിടെ ഒരു സംഭവം കണ്ടത്. പ്രസ് മീ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക്കലി ഇതിൻ്റെ ഉള്ളിലുള്ള ഫുഡ് ബഡിൻ്റെ തിക്നെസ്സാണ് കാണിക്കുന്നത് തോന്നുന്നത്. ഇത് പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫുഡ് ബഡ് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ തിക്നെസ് അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ താഴെയായിട്ട് നമുക്ക് കംഫോർട്ട് ഹീൽ പാഡ് എന്നുള്ളൊരു സംഭവം കൂടെ കാണാം. ഇത് അഡീഷണൽ ആയിട്ടുള്ളതിനെ കൊണ്ട് നല്ല കംഫോർട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവത്തിന്റെ സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിനും വരുന്നത്. അത്യാവശ്യം നല്ല കംഫോർട്ടബിൾ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇത് കൊടുക്കാനുള്ള കാരണം ഇവിടെയാണ് നമ്മുടെ വെയിറ്റ് അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്വിഷൻ എഫക്റ്റ് ആണ് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീൽ ചെയ്തത്. സോ ഓവറോൾ ഫുഡ് ബെഡിന്റെ ക്വാളിറ്റി വൈസ് അത്ര നീറ്റ് ആയിട്ടുള്ള കട്ടിങ്സ് ഒന്നും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ തിക്നെസ് ഉള്ളതിനെ കൊണ്ട് നല്ല കംഫോർട്ട് ഫുഡ് ബെഡിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഉള്ളിലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആണ്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിലൊക്കെ ഉള്ളത് സ്പോഞ്ചി മെറ്റീരിയൽ ആണ്. അത് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇല്ലാതാവുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്തതിനെ കൊണ്ട് ഇപ്പോൾ ഷോക്സ് ഇല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും വല്ലാതെ ഇങ്ങനെ വരസിയിട്ട് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവുന്ന ഒരു പ്രശ്നം വരില്ല. പിന്നെ ഈ പിറകിൽ സിന്തറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു മെറ്റീരിയൽ പാർട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. സോ അതും റണ്ണിങ്ങിന്റെ സമയത്ത് നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. ഇനി ഈ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ബ്രീത്തബിളും ആണ്. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിയർപ്പൊക്കെ വരുമ്പോൾ ഇതിലോട്ട് വലിയും അധികം ചൂടെടുക്കില്ല. എന്നാലും ഇതൊരു ഓൾ ബ്ലാക്ക് ഷൂ ആയതുകൊണ്ട് നിങ്ങൾ ഡെയിലി കുറേ നേരം റൺ ചെയ്യുന്ന അല്ലെങ്കിൽ വാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് ചൂസ് ചെയ്യാതിരിക്കുക. അതിൻ്റെ കാരണം ബ്ലാക്ക് നന്നായിട്ട് ഹീറ്റ് ആവും. അല്ലെങ്കിൽ ഒരു വൈറ്റ് സോക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിസ്ക് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ വേരിയന്റ് അല്ലാത്ത വേറെ ഏതെങ്കിലും കളർ വേരിയന്റ് ചൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഈ ഒരു ഫീൽ റിലാക്സ് എന്നുള്ള സംഭവത്തെ കുറിച്ച് ഞാൻ കംഫർട്ട് എന്നുള്ള സെക്ഷനിൽ പറയാത്തത് അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മിക്സ്ഡ് മെറ്റീരിയൽ ആയിട്ട് വന്നതിനെ കൊണ്ട് കുറച്ചും കൂടെ ഒരു ക്വിഷൻ ആക്ഷൻ അല്ലെങ്കിൽ സ്പോഞ്ച് എഫക്റ്റ് ഇതിന് വരുന്നുണ്ട്. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രിപ്പ് ഇത്തിരി കുറവായിരിക്കും. അത് സാധാരണ ട്രെഡ്മിൽ അല്ലെങ്കിൽ റോഡ് പോലെയുള്ള റഫ് ആയിട്ടുള്ള ടെക്സ്ചർ ഉള്ള സർഫസിലൊന്നും യൂസ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഗ്രിപ്പ് ഇല്ലാന്ന് തോന്നില്ല. പക്ഷേ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള സർഫസിലോട്ട് എത്തുമ്പോൾ ഇത് ഗ്രിപ്പ് ഇല്ലാത്ത പോലെ തന്നെ ഫീൽ ചെയ്യും. സോ കംഫർട്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂ തന്നെയായിരിക്കും. കാരണം ഇങ്ങനെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ഇതിന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഡ്യൂറബിലിറ്റി സെക്ഷനിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സംഭവം വലിച്ചു നോക്കാം. ഇത് വലിച്ച സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് നല്ല സോഫ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും ഈ ഒരു പാർട്ടിലായിട്ട് അത്യാവശ്യം കംഫർട്ട് തരും. ഇനി ഈ സ്ട്രാപ്പ് ഒന്ന് വലിച്ചു നോക്കാം. ഇതിനും ഒരു പ്രശ്നം പറ്റിയിട്ടില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഇവിടെ സ്ക്രാച്ച് ചെയ്യാം. ഇവിടെ നന്നായിട്ട് സ്ക്രാച്ച് ചെയ്ത സമയത്ത് ജസ്റ്റ് ഇവിടെ ഒരു അബ്രേഷൻ വന്നിട്ടുണ്ട്. അതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും അത്ര അടിപൊളിയില്ല. സോ നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോൾ ഇത് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ലോഗോ ഒന്ന് നമുക്ക് സ്ക്രാച്ച് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുള്ള സംഭവത്തിനൊന്നും ഒരു പ്രശ്നമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറിച്ച സമയത്ത് ഒരു കുഴപ്പം വന്നിട്ടില്ല. നല്ല പ്രഷർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ബെൻഡ് ടെസ്റ്റിലോട്ട് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ ഒരു ലൈൻ ഡിസൈൻ ഉള്ളതിനെ കൊണ്ടുള്ള ഉപകാരം. അത് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഫൈൻ റിങ്കിൾസ് വരുമല്ലോ, അത് അധികം എടുത്ത് കാണിക്കില്ല. അങ്ങനെയാണ് അഡ്വാൻറ്റേജ്. സോ ഗൈസ്, ഫൈനലായിട്ട് ഇതിൻ്റെ വിലക്ക് ഈ ഒരു ഷൂവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇതിൻ്റെ കംഫർട്ട് നന്നായിട്ടുണ്ട്. രണ്ട്, ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കംഫർട്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഡിസൈനിങ്ങും ഈ ഒരു കളർ കോമ്പിനേഷനും നന്നായിട്ടുണ്ട്. ബിൽഡ് ഫിനിഷിംഗ് കുറവാണെങ്കിലും ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം തന്നെയുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പീസ്.